രാവിലെ ഇപ്പോൾ എത്ര ഉറങ്ങിയാലും മതിയാകില്ല. കൂളറിട്ട് ഉറങ്ങുന്നതിനൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് രാവിലെ എണീക്കുമ്പോൾ. ഇതിനാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒടുക്കത്തെ സൗണ്ടും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങനെ ഈ ഒരു വൈക്കോലാന്ന് തോന്നുന്നു സൈഡിലായിട്ട് വെച്ചിട്ടില്ല, ആ വൈക്കോലിൻ്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ സൗണ്ട് വേറെയും വരും. അങ്ങനെ ഇത് ഞങ്ങൾ ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് ഒന്ന് കിട്ടിയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോസ്റ്റിംഗ് പോകുമ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതോടെ അങ്ങ് എടുത്തുകൊണ്ട് പോകാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വലുത് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഇത് സൗണ്ട് ഇല്ലാത്ത കൂളർ ഉണ്ടോ ആവോ എനിക്കറിയില്ല, സൗണ്ട് ഇല്ലാത്ത കൂളർ ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇതാ പറയുക 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 ഇവിടെ ഭയങ്കര വെളിച്ചമാണ്, പക്ഷേങ്കിൽ നല്ല ലേറ്റ് ആയിട്ടാണ് രാത്രി ആവുക. ഭയങ്കര ചൂടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. അങ്ങനെ ഇന്നലെ വേസ്റ്റിൻ്റെ ആൾ എൻ്റെ വേസ്റ്റ് എടുക്കാണ്ട് പോയി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എണീറ്റ പാടന്നെ വേസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്ത് വയ്ക്കാമെന്ന്. ഇന്നലെ എന്താണെന്നറിയില്ല, എൻ്റെ അത് ഞാൻ അവിടെ വെച്ചത് വേറെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ താഴെ കൊണ്ടുവച്ച് വെച്ചതാണ്. അപ്പം ഞാൻ ഇന്ന് നേരത്തെ തന്നെ വേസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലിയും അതേപോലെ തന്നെ ഇന്നലത്തെ സാമ്പാറും കുറച്ചിരിപ്പുണ്ടായിരുന്നേ, സാമ്പാറും ആക്കാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ നച്ചു സാമ്പാർ കഴിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളീൻ്റെ ചട്നിയും കൂടി ആക്കാമെന്ന്. അവൾ നല്ല ഉറക്കമാണ്. ഏട്ടൻ കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് അലക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ട്, അധികവും എനിക്ക് അടിച്ചു വരുത്തരാണ് ചെയ്യുക, ഇന്ന് അലക്കാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു ചെടിയും അതേപോലെ തന്നെ ഇവിടെയുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റണം ഇന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ഏട്ടൻ എന്താ ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു ടൈം കൊണ്ട് എനിക്കിവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഇഡ്ഡലീൻ്റെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചൂടായാൽ പിന്നെ ഇഡ്ഡലീൻ്റെ മാവൊക്കെ ഇതേപോലെ ഇരിക്കും, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇഡ്ഡലി ചൂടാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു ഗ്യാസൊക്കെ എടുത്തിട്ട് ഒന്ന് വേറെ ഏതെങ്കിലും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് സിങ്കിൻ്റെ അടുത്തേക്ക് മാറ്റി വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ വെക്കരുതല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്യാസൊക്കെ ഒന്ന് സൈഡ് മാറ്റിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. പുറത്തുള്ള മണി പ്ലാന്റൊക്കെ ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കൊല്ലം കൂടെ എങ്ങനെ വന്നാലും ഈ ഒരു കൊല്ലം എവിടെ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പാണ്. അങ്ങനെ പിന്നെ ഞാൻ ചട്നിക്കുള്ള തക്കാളിയും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഇതാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ബാക്കോട്ട് ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഭരണിയും അതേപോലെ തന്നെ കുറേ മണി പ്ലാന്റും കുറേ ചെടിയൊക്കെ വെക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നേ. ആ സ്ഥലത്ത് ഞാൻ പോയി നോക്കിയപ്പം ആ ഒരു സ്ഥലമേ കാണാനില്ല. ഇവിടെ റോഡിന് വീതി കൂട്ടുന്നത് കാരണം ആ ഒരു സ്ഥലമൊക്കെ ഫുള്ളായിട്ട് നിരത്തിയിട്ടുണ്ട്. ആ ഒരു ചെടിയും ഭരണിയൊക്കെ വെക്കുന്ന ആളെ എവിടെ പോയിന്ന് പോലും അറിയില്ല. അതുമാത്രമല്ല, പിന്നെ ഇവിടെ ഇപ്പം ചൂടായതിനെക്കൊണ്ട് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു റോഡ് സൈഡിൽ കുഞ്ഞു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അവരെ വീടിൻ്റെ പുറത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് കട്ടിലിട്ടിട്ടാണ് ഇപ്പോൾ ഉറങ്ങുക. അത്രയ്ക്ക് ചൂടാണെന്ന് തോന്നുന്നു, വീടിൻ്റെ അകത്തൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ പപ്പായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അന്നപ്പോൾ ഏട്ടൻ കുറേ സമയം വണ്ടി എടുത്തിട്ട് അങ്ങനെ ഓടിച്ചുകൊണ്ടുണ്ടായിരുന്നു. എങ്ങോട്ടാതൊന്നുമില്ല, കുറേ സമയം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പപ്പായ എനിക്ക് കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോൾ അതിൽ കണ്ടതാണ്. ഈ ഒരു കോക്ടെയിൽ ഞാനൊരിക്കൽ ഏട്ടൻ്റെ കൂടെ തലശ്ശേരി പോയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലീവിന് ഞങ്ങൾ തലശ്ശേരി കടപ്പുറം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കോക്ടെയിൽ. പക്ഷേ അത് പപ്പായ കൊണ്ട് ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാനിതിൽ കണ്ടപ്പം ഉണ്ട് പപ്പായയും ക്യാരറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുക. നല്ല ടേസ്റ്റായിരുന്നു അന്ന് അവിടെ നിന്ന് കഴിച്ചപ്പോൾ. ഞാനപ്പം ഈ ഒരു റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനടുത്തൊരു പപ്പായ വാങ്ങിച്ചു തരുമോ ചോദിച്ചു. മറ്റേ എനിക്ക് പൊതുവേ പപ്പായ അത്ര ഇഷ്ടമൊന്നുമല്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ നിറയെ ഉണ്ട് നമ്മളെ നാട്ടിൽ കർമൂസ എന്നാണ് പറയുക, നിറയെ ഉണ്ട്. ഞാൻ അങ്ങനെ വന്നാലും അത് കഴിക്കില്ല. ഇടയ്ക്ക് അമ്മ അതിൻ്റെ കറിയൊക്കെ വെക്കും, എനിക്ക് ഇഷ്ടമല്ല. പഴുത്തത് ഞാൻ മുഖത്തൊക്കെ തേക്കായിരുന്നു പണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പോയിട്ട് പപ്പായ വാങ്ങിച്ചു കേട്ടോ. അപ്പം പപ്പായക്ക് 20 രൂപയായിരുന്നു, ഒരു ചെറിയ പപ്പായക്ക് 20 രൂപയായിരുന്നേ. പച്ച പപ്പായക്ക് ഇവിടെ മാർക്കറ്റിൽ 13, 14, ചിലപ്പോൾ 20 രൂപ വരെയൊക്കെ പോവും. അങ്ങനെ അപ്പം ചെറിയൊരു പപ്പായൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ആണ് കുറച്ച് നമ്മുടെ ഇതില്ലേ ഇഡ്ഡലിൻ്റെ ഇതിലിടുന്ന സംഭവം ഉഴുന്നും കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്കായിട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കായപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട്
ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ചട്നി അവിടെ റെഡിയായി. എനിക്കിത് ചട്നി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടനാട്ടിൽ ലീവിന് വന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വിളിച്ച്, അമ്മയ്ക്ക് ആ ഒരു ഞങ്ങളിവിടെ സൂറത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി സൂറത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒത്തിരി നാളായി, അമ്മേൻ്റെ ഫ്രണ്ടാണ്, അമ്മേനെ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വായോ വായോ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മേനെ ഭയങ്കര ഫ്രണ്ട്, അമ്മ കല്യാണം കഴിച്ച് വന്ന് തൊട്ടിട്ട് അമ്മേൻ്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നേ. അപ്പോൾ അമ്മ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൂറത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേച്ചീൻ്റെ വീട്ടിൽ അവിടുത്തെ സൂറത്തിലെ പോലീസാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് അവരവിടുത്തെ സ്കൂളിലെ ടീച്ചറുമാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് അവർ ഇഡ്ഡലിക്ക് ഈ ഒരു ചട്നി ആയിരുന്നു ഉണ്ടാക്കി തന്നത്. അന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചട്നി. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കുട്ടു ലീവിന് വന്ന സമയത്ത് അമ്മ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കുക, അതിനെന്തൊക്കെ വേണ്ടതെന്നൊന്ന് പറഞ്ഞുതരുമെന്ന്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ കഴിച്ചപ്പോൾ, അവന് ഇഡ്ഡലിയും ദോശയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കഴിച്ചപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചട്നി. അങ്ങനെ അപ്പം ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നച്ചു എണീറ്റത്. നച്ചു എണീറ്റ പാടിനെ കുറച്ച് സമയം രാത്രി അവൾ ഇങ്ങനെയാണ് ഉറങ്ങുക, നമ്മുടെ മേലെ കിടന്നിട്ട് ഉറങ്ങുക. അങ്ങനെ അവൾ കുറച്ച് സമയം ഏട്ടൻ്റെ മേലൊക്കെ കിടന്ന് പിന്നെ അവർ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏട്ടന് ചായയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. ഇന്ന് നമ്മുടെ ഈസ്റ്റർ ആയതിനെക്കൊണ്ട് ഏട്ടന് കുറച്ച് ലേറ്റായിട്ട് കേട്ടോ. 9 മണിക്കാണ് ബസ് വരിക. ഈസ്റ്റർ അല്ല, ദുഃഖവെള്ളി. അതുകൊണ്ട് 9 മണിക്കായിരുന്നു ബസ് വരിക. അപ്പോൾ ഏട്ടൻ കുറച്ച് പതുക്കനെയൊക്കെ ചായയൊക്കെ കുടിക്കുന്നത്. അങ്ങനെയായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് വെള്ള ബനിയനും ഇട്ട് പോയിട്ട് അവിടെ നിന്നാണ് യൂണിഫോം ഇടുക കേട്ടോ. യൂണിഫോമിൽ പാൻറ് ഇടും, ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് കേട്ടോ ഇടുക. അങ്ങനെ പിന്നെ എൻ്റെ ടവലെടുക്കാൻ മറന്നുപോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടവലും ഈ ഒരു ലിഫ്റ്റിൻ്റെ അടുക്ക കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പം ലിഫ്റ്റിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും കുറേ ആയിട്ടില്ല. എപ്പോഴാണ് ഇതിന് പറ്റാമെന്ന് അറിയത്തില്ല. ഇന്ന് പല്ലവീൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. എന്നെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോകുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു നിനക്ക് മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആവണമെങ്കിൽ എങ്ങനെയൊക്കെ വായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ. നച്ചു അടുത്ത വീട്ടിൽ ഇന്ന് കുട്ടിയൊക്കെ സ്കൂളില്ല. അപ്പോൾ അവൾ അവിടെ പോയിട്ട് കളിക്കാൻ പോയിട്ടുണ്ട്. ചായയൊന്നും കുടിച്ചിട്ടില്ല, അവിടെ നിന്ന് ചായ കുടിക്കുക ഇടയ്ക്ക്. അപ്പോൾ അവൾക്ക് അവരെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനിതാ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൾ ഓടി വരുന്നത്. അപ്പോഴേക്ക് അവളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുളിക്കുമ്പം അടുത്ത കുട്ടികൾ കുളിക്കുമ്പം അവരോട് കുളിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് അവിടുന്ന് കുളിച്ചിട്ടൊക്കെ അങ്ങോട്ടേക്ക് വന്നേ. കുളിയൊക്കെ കഴിഞ്ഞപ്പം അവൾ പിന്നും അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം, ഗ്യാസൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഇട്ട് നോക്കാമെന്ന്. പുറത്തുനിന്ന് ഇപ്പം ഞാൻ ചൂടായതിനെക്കൊണ്ട് ഈ ഒരു ജനൽ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ടെറസിൽ ആരെങ്കിലും വന്നാൽ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ അകത്ത് ലൈറ്റ് ഇട്ടാൽ അകത്തേക്ക് നല്ല രീതിക്ക് കാണും. അതിനായിട്ട് അവിടെ ഒരു ഷീറ്റ് വെച്ചതാണ്. അപ്പോൾ ഷീറ്റ് വെച്ചതിനെ കൊണ്ട് തന്നെ കാറ്റ് ഭയങ്കരമായിട്ടൊന്നും ഇല്ല. അത് മാത്രമല്ല ഈ ഒരു അടുക്കളയിൽ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ച് ഇരുടായിട്ടാണ് തോന്നുന്നത്. അതൊക്കെ അവിടെ വെച്ചതിനെ കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്യാസും സിലിണ്ടറൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ. അവിടെയാണ് ശരിക്കും വെക്കേണ്ടത്. അവിടെ ഒരു ഹോൾസൊക്കെ ഉണ്ട്, ഗ്യാസിൻ്റെ ആ ഒരു വയറിടുന്ന സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്കൊന്ന് മാറ്റി വയ്ക്കാമെന്ന്. പിന്നെ പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പാറിയിട്ട് ഞാനിപ്പോൾ ജനൽ അവിടെ ഇങ്ങനെ ഒരു നെറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗ്ലാസ് ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചതാണ്. അപ്പോൾ പൊടി അടിച്ചിട്ട് അതിമേലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ കയറിയിരിപ്പുണ്ട്. അത് മാത്രമല്ല ഞാൻ പോയത് പിന്നെ ഇവിടെ നന്നായിട്ട് വണ്ണാമ്പിലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ. അതൊന്നും തുടച്ചില്ല. ഏട്ടൻ ഇവിടെ ഉണ്ടാവില്ല, ഏട്ടൻ രാത്രി വരും രാവിലെ പോകും, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഞാനൊന്ന് അടിച്ചൊക്കെ വരുന്നുണ്ട്. എന്നതിന് ശേഷം ഈ ഒരു ഗ്യാസ് അങ്ങോട്ടേക്ക് മാറ്റണം, വെള്ളത്തിൻ്റെത് ഇപ്പുറത്തേക്ക് മാറ്റണം. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഞാൻ ഗ്യാസ് മാറ്റിയപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ അരിയൊക്കെ വേവിക്കുമ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചൂട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ ഒരു കൂളർ അവിടെ ഉള്ളതിനെ കൊണ്ട് നമ്മുടെ ഇതില്ലേ വാട്ടർ പ്യൂരിഫയർ അതുള്ളതിനെ കൊണ്ട് അതിന് ചൂട് തട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷേങ്കിൽ ഗ്യാസ് കുറച്ച് അറ്റത്തേക്ക് നീക്കി വെച്ചാൽ ചൂട് തട്ടത്തില്ല. പക്ഷേ അറ്റത്തേക്ക് നീക്കി വെക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി വെച്ചിട്ടില്ലെങ്കിൽ ചായക്കൊക്കെ തിളയ്ക്കുന്ന വെള്ളമൊക്കെ മേത്തേക്ക് പറയാനുള്ള സാധ്യത വേറെയുണ്ട്. അങ്ങനെ ഗ്യാസ് ഒരുവിധം അവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിടാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 3 കട്ടിലുണ്ടല്ലോ. അപ്പോൾ ഒരു കട്ടിലെടുത്തിട്ട് അപ്പുറത്തത്ത് കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പം എല്ലാം കൂടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. തുണികളൊക്കെ അങ്ങനെ വാരിയിട്ടിട്ട് കുറേ തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അകമൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. ചിലപ്പം അമ്മയും അച്ഛനൊക്കെ വന്നാലോ, ഏട്ടൻ്റെ അമ്മയും അച്ഛനും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ആ ഒരു ടൈമിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇനി എന്തായാലും ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. എന്തായാലും ഞാൻ അവരെ കൊണ്ടുവരും. അവിടെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ലല്ലോ.
അങ്ങനെ ഇപ്പം എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് എത്തിയാൽ മതി എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഏട്ടനെ വിചാരിക്കുമ്പം ഏട്ടന് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. ഏട്ടൻ ആണെങ്കിൽ ബാരക്കിൽ പോയിട്ട് നിൽക്കുകയില്ല. ബാരക്കിൽ ഫാമിലിയൊന്നും ഇല്ലാത്ത കുറച്ച് പേരുണ്ട്, പക്ഷേങ്കിൽ ഏട്ടനവിടെ ഒട്ടും തന്നെ നിൽക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ ഇതപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ടുള്ള കറിയാണ് കേട്ടോ. ചിക്കൻ കറിയാണ്. ചിക്കൻ്റെ സ്കിന്നൊന്നും അവർ കളഞ്ഞിട്ടില്ല. ഈ ഒരു തൂവൽ കളിയും വേറെന്തോ ഒന്നും കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്താ എനിക്കറിയില്ല. പിന്നെ മറാത്തികളാണ് കേട്ടോ. മറാത്തി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.